പേര് ഏഞ്ചൽ മേരിയ തോമസ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. 1782 ഇറ്റലിയിലെ അസീസിയിൽ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ഫ്രാൻസിസ് ചെറുപ്പത്തിൽ ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരു യുവാവായിരുന്നു. പടയാളിയാകാൻ ആഗ്രഹിച്ച അദ്ദേഹം ഒരു യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ടതിനു ശേഷം രോഗബാധിതനായി. ധനികനായ പിതാവിന്റെ സ്വത്ത് ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിലും ലാളിത്യത്തിലും ജീവിക്കാൻ ഫ്രാൻസിസ് തീരുമാനിച്ചു. ദൈവത്തോടും പ്രകൃതിയോടും അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്ന അദ്ദേഹം ചെറുപ്പത്തിലെ തകർന്നുകിടന്ന പള്ളികൾ പുനർനിർമ്മിക്കാനും ദൈവവചനങ്ങൾ പ്രസംഗിക്കാനും അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ പ്രസംഗങ്ങളും നിരവധി ആളുകളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു. 1209 ഫ്രാൻസിക്കൻ സഭയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ദാരിദ്ര്യം, ലാളിത്യം, സേവനം എന്നിവയായിരുന്നു ആ സഭയുടെ പ്രധാന തത്വങ്ങൾ. പിന്നീട് വിശുദ്ധ ക്ലാരയോടൊപ്പം ചേർന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലാര സഭയും സ്ഥാപിച്ചു. മൃഗങ്ങളോടും പ്രകൃതിയോടും ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് മൃഗങ്ങളും പക്ഷികളും അദ്ദേഹത്തിന്റെ അടുത്തു വരുമായിരുന്നു. സൃഷ്ടികളുടെ ഗീതം എന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ്. 1826 ഒക്ടോബർ 3 ഫ്രാൻസിസ് അസീസി മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് വെറും 2 വർഷത്തിന് ശേഷം 1828 ജൂലൈ 16 ഗിഗിരി 9 മാർപ്പാപ്പ അദ്ദേഹത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും മാധ്യസ്ഥനായി വിശുദ്ധ ഫ്രാൻസിസ് അറിയപ്പെടുന്നു.